സംഭവം അധ്യായം 1 എന്ന് പറയുന്ന ഒരു കിടിലൻ എക്സ്പീരിയൻസ് പടം കണ്ടു. ഒരു രക്ഷയില്ലടേ. നമ്മൾ ആ ഒരു സിനിമയിൽ ആ ലൂപ്പിൽ പെട്ടു. കിടിലനായിട്ട് ആ ഒരു പടം എടുത്തു വെച്ചിട്ടുണ്ട്. ജിത്തു സതീഷാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എഴുതിയിരിക്കുന്നതും പുള്ളിയാണ്. എന്നാ എടുത്തു വെച്ചിരിക്കുന്നത്, പെർഫോമൻസ് ആയാലും മേക്കിംഗ് ആയാലും സിനിമോട്ടോഗ്രാഫി ആയാലും അതുപോലെ തന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കിടിലനായിരുന്നു. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയൊക്കെ തിയേറ്ററിൽ ഞാൻ മിസ് ചെയ്തു. തിയേറ്ററിൽ എക്സ്പീരിയൻസ്, ആ ഒരു സൗണ്ട് എഫക്റ്റ് ഞാൻ മിസ് ചെയ്തത്. ഇനിയായ പടം 2 മണിക്കൂറേ ഉള്ളൂ, പോണതേ അറിയാനുള്ള. അഷ്കർ അലി ഒരു രക്ഷയില്ല. പക്ഷേ എനിക്ക് അഷ്കർ അലിയെ തോന്നിയ പെസിഫിക്കാൻ എനിക്ക് ഓർമ്മ വന്നു. അവിടെ ഇതൊക്കെ പുള്ളി ചെയ്യുന്നതൊന്നുമല്ല, ഇതെങ്ങാനും പുള്ളി ചെയ്തെന്നെങ്കിൽ കത്തിയാനാണ് എന്ന് പറഞ്ഞ് ഞാൻ അഷ്കർ അലി മോശം എന്നല്ല, പുള്ളി ചെയ്യണമായിരുന്നു. ബട്ട് അഷ്കർ അലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിദ്ധാർത്ഥ് ഭരതനുണ്ട്, വിനീത് കുമാറുണ്ട്, സെന്തിലുണ്ട്, കുറച്ച് കഥാപാത്രങ്ങൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് സംഭവം അധ്യായം 1 ജിയോ ഹോട്ട്സ്റ്റാറിൽ. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, ഈ ഒരു സിനിമ നിങ്ങൾ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് കാണരുത്. എന്ന് വെച്ചാൽ ഒരു കുറച്ച് നേരം കണ്ട് കളയരുത്. ഒറ്റ മൈൻഡിൽ ഇരുന്ന് കാണണം. 2 മണിക്കൂർ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടുപോകും. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. OTT ഒന്ന് കണ്ടുപോകും ജിയോ ഹോട്ട്സ്റ്റാറിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.